നമസ്കാരം, ഞാൻ മനാഫ്. ഇലക്ഷനാണ്. പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില പാർട്ടികൾ പറയുന്നത് UDF പറയാണ് LDF BJP തമ്മിൽ അന്തർധാരയുണ്ട്. LDF പറയാണ് UDF BJP തമ്മിൽ അന്തർധാരയുണ്ട്. എന്തിനു പറയണം? SDPയും BJPയും തമ്മിൽ അന്തർധാര ഉണ്ടെന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മറ്റു പാർട്ടികളൊക്കെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു സൈഡിൽ BJP ആണ് ഒന്നാം പാർട്ടി. അവരെ യോജിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഈ അന്തർധാര ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ഈ BJP ഇവിടെ കേരളത്തിൽ അത്ര പ്രബലമായ പാർട്ടിയാണോ എന്നുള്ളത്. ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെയാണ് ഇവരിങ്ങനെ എന്താക്കുന്നത്, ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പം ആളുകൾ ഭയക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അടുത്ത പ്രാവശ്യം NDA വേഴ്സസ് ഇന്ത്യ മുന്നണിയായിട്ട് മാറും. കാരണം ഇവിടെ സീരിയസ് അല്ല. ഇലക്ഷൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി, ഇലക്ഷൻ്റെ പ്രചാരണം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. കാര്യമായ വിഷയത്തെ പറ്റിയിട്ട്, ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഭരണകക്ഷി ഇതുവരെ ഭരിച്ചത് ഏത് രീതിയിലേനും അവരുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തേനും അതിനെ പറ്റിയിട്ട് സംസാരിക്കാതെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടിയ വിഷയങ്ങളും അന്തർധാര ഉണ്ടാക്കിയ വിഷയങ്ങളും ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇവർ മറന്നുപോയിട്ടുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താക്കുകയാണ്, കുറച്ച് ദിവസമുള്ള ഇലക്ഷനിൽ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ എന്താക്കുകയാണ്, ഫ്രീ ആയിട്ട് അവർക്ക് ഓൾറെഡി PR വർക്കിന് ഇഷ്ടമായ സംവിധാനങ്ങളുണ്ട്. അതിന് പുറമെ ഫ്രീ ആയിട്ട് ഈ വക പാർട്ടികളൊക്കെ കൂടിയിട്ട് ഒരു ഹൈപ്പ് കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ?